കൃഷ്ണ. നമുക്ക് രണ്ടാമത്തെ ശ്ലോകം നോക്കാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാഥൈനം പ്രത്യകാൽസോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽസ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ. കുംഭോദ്ഭൂതി എന്ന് പറഞ്ഞാൽ കുംഭത്തിൽ ഉത്ഭവിച്ചവൻ അഥവാ അഗസ്ത്യ മഹർഷി. സംഭൃത ക്രോധഭാരഃ. സംഭൃത ക്രോധഭാര, തൻ്റെ ഉള്ളിലുണ്ടായ ആ ഒരു അതിയായ ക്രോധം കൊണ്ട്, എന്താ താനിവിടെ അതിഥി സൽക്കാരം സ്വീകരിക്കാനായി ആഗ്രഹിച്ചു കൊണ്ടുവന്ന തന്നെ യാതൊരു തരത്തിലും ഗൗനിക്കാതെ ഇരുന്ന ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ കണ്ട് വല്ലാതെ ക്രോധാകുലനായിട്ട് ആ ക്രോധം മുഴുവൻ അങ്ങോട്ട് സംഭരിച്ച് സ്തബ്ധാത്മാത്വം ഹസ്തിഭൂയം ഭജേതി. സ്തബ്ധാത്മാ എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലും ചലനമില്ലാതെ സ്തബ്ധനായിരുന്ന ആ ഇന്ദ്രദ്യുമ്നനെ കണ്ടിട്ട് യാതൊരു ചേഷ്ടയുമില്ല. കാരണം ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് അറിയുന്നില്ല അഗസ്ത്യ മഹർഷി വന്നത്. അതുകൊണ്ട് യാതൊരു ചേഷ്ടയുമില്ലാതെ, യാതൊരു തരത്തിലും താൻ വന്നതിനെ ഒട്ടും ഗൗനിക്കാതെ, അതെന്തുകൊണ്ട് അഗസ്ത്യ മഹർഷിക്ക് അങ്ങനെ തോന്നി? സാധാരണ സജ്ജനങ്ങൾ അങ്ങനെയല്ല. ഭഗവത് പൂജയിൽ ഇരിക്കുന്ന ഒരാളിനെയും കണ്ടാലും അങ്ങനെ ഒരു ക്രോധം വരരുതാത്തതാണ്. ഇവിടെ അതിയായ ക്രോധമാണുണ്ടായത്. തന്നെ സൽക്കരിച്ചില്ലേന്ന് തന്നെയല്ല, ഒട്ടും ഗൗനിക്കാതെ സ്തബ്ധനായിരിക്കുന്ന ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ കണ്ടിട്ട് ക്രോധത്താൽ വശംവദനായിട്ട് അങ്ങനെ അന്ധനായി തീർന്ന ആ അഗസ്ത്യ മഹർഷി ത്വം എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഒരു ശാപം കൊടുക്കുകയായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ എന്ന മഹാരാജാവിന് ഒരു ശാപം കൊടുക്കുക. എന്താ? ത്വം ഹസ്തിഭൂയം ഭജേതി. ഹസ്തിഭൂയം, ഹസ്തി എന്ന് പറഞ്ഞാൽ ആന. ഹസ്തിഭൂയം, നീ ഒരാനയായി മാറട്ടെ. നിനക്ക് യാതൊരു ചേഷ്ടയുമില്ലാതെ നീ എന്നെ കണ്ടിട്ട് ഒട്ടും ഗൗനിക്കാതെ ഇരുന്ന നീയാ ഒരു ആനയായി തീരട്ടെ എന്ന ശബ്ദ്വാഥൈനം. ശബ്ദ്വ അഥ ഏനം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ശബ്ദ്വാഥൈനം. ശബ്ദ്വ എന്ന് പറഞ്ഞാൽ ശപിച്ചിട്ട്, അഥ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ഇങ്ങനെ ഒരു ശാപമൊക്കെ കൊടുത്തു ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന്. എന്നിട്ട് അതിനുശേഷം ഏനം എന്ന് പറഞ്ഞാൽ ഈ ഇന്ദ്രദ്യുമ്നനെ ശപിച്ചതിന് ശേഷം പ്രത്യകാൽസോപിലേഭേ. പ്രത്യഗാത എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും തിരികെ പോയി. അപ്പോൾ എന്തിനു വേണ്ടി ഒരു അല്പനേരത്തേക്ക് ഈ ഒരു അഗസ്ത്യ മഹർഷി അവിടെ എത്തി എന്ന് ചോദിച്ചാൽ അതും ഭഗവാനെ അവിടുത്തെ സങ്കല്പമായിരുന്നു, അവിടുത്തെ നിശ്ചയമായിരുന്നു. ഇതിങ്ങനെയൊക്കെ ഒരു ശാപം കിട്ടേണ്ടിയിരിക്കുന്നു. ഇന്ദ്രദ്യുമ്ന മഹാരാജാവിന് ഭഗവാന്റെ ഒരു കാരുണ്യത്തിനുള്ള സമയമായിരിക്കുന്നു. അതിനുവേണ്ടി നോക്കൂ, തൻ്റെ പ്രിയ ഭക്തനെ ഒരു ശാപത്തിലൂടെ, താൻ നേരിട്ട് വന്നല്ല, അഗസ്ത്യ മഹർഷിയിലൂടെ ഒരു ശാപം കൊടുത്ത് തൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭവിപ്പിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ ഒരു കാരുണ്യം. ആ ശാപം കിട്ടിയിട്ട് അതിലൂടെ തന്നിലേക്ക് എത്തിച്ചേർക്കുവാൻ, തന്നിലേക്ക് അങ്ങോട്ട് ചേർക്കുവാൻ ഭഗവാൻ കണ്ട ഒരു മാർഗമായിരുന്നു ഇത്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നമ്മൾ അർജുൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഈ യുദ്ധഭൂമിയിൽ വെച്ച് മാത്രമേ കണ്ടുള്ളൂ ഭഗവാൻ ഇങ്ങനെയൊരു ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുവാൻ? വേറെ അതുവരെ കൂടെയുണ്ടായിരുന്ന ഭഗവാൻ എന്തേ ഉപദേശിച്ചു കൊടുത്തില്ല? ദുഃഖം അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് സദ്വിചാരം പൂർണ്ണമായും ഉള്ളിലേക്ക് കയറും. അപ്പോഴേ അത് ആ ഒരു സച്ചിന്തകളെ സ്വീകരിക്കുന്നതിന് നമ്മുടെ ഈ പാത്രം, ഈ ജന്മമാകുന്ന പാത്രം, അത്
പരിപക്വമാവുകയുള്ളൂ. ഇവിടെയും ഈ ഒരു ശാപം കൊടുത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നതിന് ഇന്ദ്രദ്യുമ്നൻ എന്ന ജീവനെ പരിപാകപ്പെടുത്തുകയാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അഗസ്ത്യ മഹർഷി ഇങ്ങനെ ഒരു ശാപമൊക്കെ കൊടുത്തിട്ട്, നീ ഒരു ആനയായി തീരട്ടെ എന്ന് ഒരു ശാപമൊക്കെ കൊടുത്തിട്ട്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സജ്ജനങ്ങളുടെ ശാപം പോലും അനുഗ്രഹമാണ്. ഇവിടെ ഈ അഗസ്ത്യ മഹർഷി ഇങ്ങനെ ഒരു ശാപമൊക്കെ കൊടുത്ത് തിരിച്ചു പോയി. അതിനുശേഷം പ്രത്യകാൽ സോപിലേഭേ, സഹ അപിയാണ് സോപി. സഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ആ രാജാവ് ഹസ്തീന്ദ്രത്വം ത്വൽ സ്മൃതി വ്യക്തി ധന്യം. ഹസ്തീന്ദ്രത്വം, ഹസ്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആന. ഹസ്തീന്ദ്രം എന്ന് പറഞ്ഞാൽ ഗജേന്ദ്രനായിക്കൊണ്ട് ആനകളിൽ തന്നെ ശ്രേഷ്ഠനായ ഒരു ആനയായിട്ട് ത്വം, ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ആ ശാപം സ്വീകരിച്ച്, ആ ശാപത്താൽ ഗജങ്ങളിൽ വെച്ചും ഇന്ദ്രനായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ആനയായി മാറി. പക്ഷെ ആ മാറിയപ്പോഴും ത്വൽ സ്മൃതി വ്യക്തി ധന്യം, ഭഗവാനെ അവിടുത്തെ ആ സ്മരണ, ആ ആനയുടെ ഉള്ളിൽ ആ ഒരു ആത്മീയമായ സംസ്കാരം അപ്പോഴും നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് തന്നെ ധന്യമായിരുന്നു ആ ജന്മം പോലും. ആനയുടെ രൂപത്തിലാണ് ജന്മം എടുത്തതെങ്കിൽ പോലും ധന്യമായിരുന്നു അത്. കാരണം ആ ആത്മീയമായ സംസ്കാരം അപ്പോഴും ആ പ്രാണനോടൊപ്പം ഉണ്ടായിരുന്നു. അവിടെയും തനിക്ക് എന്ത് ജന്മം കിട്ടി, ഏത് രൂപം വന്നിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ലായിരുന്നു. അപ്പോഴും ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഭഗവത് വിചാരം മറ്റെല്ലാ ദുഃഖങ്ങളെയും മറികടക്കുന്നതായിരുന്നു. അഥവാ ദുഃഖങ്ങൾക്ക് ആ ആനയുടെ ഉള്ളിൽ സ്ഥാനമില്ലാത്ത വിധത്തിൽ ശ്രേഷ്ഠനായ ഒരു ആനയായി മാറിയപ്പോൾ എല്ലാ ദുഃഖങ്ങൾക്കും അതീതമായി ഉള്ളിൽ നിറഞ്ഞു നിന്നു ആ ആത്മീയമായ സംസ്കാരം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശപ്ത്വാധൈനം പ്രത്യകാൽ സോപിലേഭേ ഹസ്തീന്ദ്രത്വം ത്വൽ സ്മൃതി വ്യക്തി ധന്യം. ഇവിടെ ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര, കഴിയുന്നതും അത് ചേർത്ത് വായിക്കുക. അവിടെ ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിച്ചു നിർത്തുക. പിന്നെ അടുത്തത് കുംഭോദ്ഭൂതി, അവിടെ ഭ ഖരാക്ഷരം, അതേപോലെ സ കൂട്ടക്ഷരമാണ്. സംഭൃത ക്രോധഭാര, അവിടെയും താ ഥ ഭ ഒക്കെ വരുന്നത് കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ച് വായിക്കുക. അടുത്ത വരിയിലും സ്തബ്ധാത്മ, അവിടെ സ്തബ്ധ, അവിടെ ഥായും തായുമുണ്ട്, തെറ്റരുത്, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ശപ്ത്വാധൈനം, അവിടെയും ത ഥ, രഥത്തിൻ്റെ ഥായാണ്, അതും ശ്രദ്ധിക്കുക. ഇത്രയും കാര്യമാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം നോക്കാം. ദുഗ്ധാംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. ഈ ഒരു ശ്ലോകത്തിൽ അങ്ങനെ ആനയായി ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് വെറും ആനയല്ല, ഗജേന്ദ്രനായി മാറി. അതിനുശേഷം ദുഗ്ധാംബോധേർമധ്യഭാജി, ദുഗ്ധ അംബുധി പാൽക്കടൽ, ദുഗ്ധാംബോധേർ മധ്യഭാജി,
ആ പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടേ, ത്രികൂടം എന്ന ക്രീഡൻ ശൈലേ, ശൈലം എന്ന് പറഞ്ഞാൽ പർവ്വതം. അപ്പോൾ ആ പാൽക്കടൽ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ത്രികൂടമെന്ന ശൈലേ പർവ്വതത്തിൽ ക്രീഡൻ, അവിടെ അങ്ങനെ ലീലാലോലുപനായിട്ട് ക്രീഡിച്ചുകൊണ്ട് നടക്കുകയാണ്. യൂഥപോയം വശാഭി, യൂഥപ അയം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് യൂഥപോയം. യൂഥപഹ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആനകളോട്, പിടിയാനകളോടൊക്കെ ഒത്ത് ഗജേന്ദ്രനായിട്ടുള്ള, അയം എന്ന് പറഞ്ഞാൽ ഈ ആന, ആര് നമ്മൾ പറഞ്ഞ ഈ ഗജേന്ദ്രൻ, വശാഭിഹി എന്ന് പറഞ്ഞാൽ ഇവിടെ ആ പിടിയാനകളോടൊപ്പം അവരുടെ ആ ഒരു സംഘത്തിൽ, അങ്ങനെ ആ കൂട്ടത്തിൽ അങ്ങനെ വശംവദനായിട്ട് അങ്ങനെ ഈ ഗജേന്ദ്രൻ അങ്ങനെ ഒരിക്കൽ ആ പാൽക്കടൽ മധ്യത്തിലുള്ള ത്രികൂടം എന്ന പർവ്വതത്തിൽ ക്രീഡിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സർവാൻ ജന്തൂനത്യവർത്തിഷ്ട ശക്തിയ, സർവാൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജന്തുക്കളെയും, ഇവിടെ ജന്തൂനത്യവർത്തിഷ്ട ശക്തിയ, ജന്തൂൻ അത്യവർത്തിഷ്ട, ഇങ്ങനെ രണ്ട് വാക്കുകൾ അവിടെ വരുന്നുണ്ട്. ജന്തൂൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജന്തുക്കളെയും, സർവാൻ ജന്തൂൻ എല്ലാ ജന്തുക്കളെയും, അത്യവർത്തിഷ്ട എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ മറികടക്കുന്ന വിധത്തിൽ, അവരെക്കാളൊക്കെ ബലവാനായിട്ടുള്ള, ഉത്കൃഷ്ടനായിട്ടുള്ള, എങ്ങനെ ശക്തി കൊണ്ട് അതിബലവാനാണ്. നമ്മൾ പറഞ്ഞിരുന്നു ശ്രേഷ്ഠനായിട്ടുള്ള ആനയാണ്, മറ്റുള്ള ജന്തുക്കളെക്കാളൊക്കെ, മറ്റുള്ള ആനകളെക്കാളൊക്കെ അതിബലവാനായിട്ടുള്ള ഈ ഗജേന്ദ്രൻ മറ്റുള്ള പിടിയാനകളോടൊപ്പം അങ്ങനെ ആ പർവ്വതത്തിൽ ക്രീഡിച്ചു കൊണ്ടിരിക്കുകയാണ്. ത്വദ്ഭക്താനാം, ക്ഷമിക്കണം, അതെ, ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭഃ, ത്വദ്ഭക്താനാം അങ്ങയുടെ ഭക്തന്മാർ, കുത്ര ഏത്, നോത്കർഷലാഭഃ ന ഉത്കർഷലാഭഃ അങ്ങയുടെ ഭക്തന്മാർ ഏത് യോനിയിൽ പോയി ജനിച്ചാലും, ന ഉത്കർഷലാഭഃ അവർക്ക് എങ്ങനെയാണ് ഈ ഒരു അങ്ങയിലുള്ള ഈ ഒരു ഉറച്ച ഭക്തിയുടെ, ഈ ഒരു ആത്മീയ സംസ്കാരത്തിൻ്റെ ഉത്കർഷത, ഒരു ഔത്കൃഷ്ട്യം, ഒരു ശ്രേഷ്ഠത, ഉത്കർഷലാഭ എന്ന് പറഞ്ഞാൽ ആ ഒരു ശ്രേഷ്ഠത കിട്ടുക. ന ഉത്കർഷലാഭ എങ്ങനെയാണ് കിട്ടാതിരിക്കുക? അങ്ങയുടെ ഭക്തന്മാർ ഏത് യോനിയിൽ പോയി ജനിച്ചോട്ടെ, അവിടെയൊക്കെ ഈ ഒരു ശ്രേഷ്ഠത, ഈ ഒരു ആത്മീയമായ സംസ്കാരം ആ ജന്തുക്കളിൽ, ആ പ്രാണനോടൊപ്പം എന്നും ഉണ്ടാവും. ഈ ഒരു ശ്രേഷ്ഠത, ഈ ഒരു ഉത്കൃഷ്ടത. അപ്പോൾ ഇവിടെ പറയുകയാണ്, നോക്കൂ, അപ്പോൾ പിടിയാനകളുടെ എന്ന് ഇവിടെ അത് എടുത്തു പറയാൻ കാരണം, ഈ ലൗകികമായ സംസ്കാരത്തിൽ നിൽക്കുമ്പോഴും ഭഗവത് ഭക്തരിൽ അങ്ങയിലുള്ള ഭക്തിയുടെ ആ ഒരു മഹത്വം, ആ ഒരു ആത്മീയ സംസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത, അത് ആ ഭക്തന്മാരോടൊപ്പം എപ്പോഴും ഉണ്ടാവും. അത് ഏത് യോനിയിൽ പോയി ജനിച്ചാലും ഉണ്ടാവും. എങ്ങനെയാണ് അതില്ലാതെ ഇരിക്കുക എന്ന് ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ചോദിക്കുമ്പോൾ ഇവിടെ സമർത്ഥിക്കുകയാണ്, അതുണ്ടാവും, അതില്ലാതെ ഇരിക്കുകയില്ല. ഈ നേടിയ ആത്മീയ സംസ്കാരത്തിന്, ജന്മജന്മാന്തരങ്ങളായി നേടിയിട്ടുള്ള ആത്മീയ സംസ്കാരത്തിന് ഇവിടെ പോരായെങ്കിൽ നോക്കൂ, ഈ ഗജേന്ദ്രനായി മാറിയ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിൻ്റെ എത്രമാത്രം ഏകാഗ്ര മനസ്സോടുകൂടിയായിരുന്നു അവിടുത്തെ സേവ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു ഉറച്ച ഭക്തി, ഒരു ദൃഢത ഭക്തിയിൽ, ഇതൊക്കെയുള്ള ആ ആനയ്ക്ക് അതുകൊണ്ട് തന്നെ മറ്റുള്ള ജന്തുക്കളെക്കാളേറെ ശക്തി കൊണ്ടും
ശ്രേഷ്ഠത കൊണ്ടും എന്നും ഒരു പടി മുന്നിലായിരുന്നു. അല്ലെങ്കിൽ ആ സർവ്വജന്തുക്കളിലും ഉത്തമനായി ആ ആന അങ്ങനെ അവിടെ ക്രീഡിച്ചുകൊണ്ടിരുന്നു ആ കാട്ടിൽ. ഇവിടെ സർവ്വപിടിയാനകളോടൊപ്പം നടക്കുമ്പോഴും ആ ഒരു സംസ്കാരത്തിൻ്റെ, ആത്മീയ സംസ്കാരത്തിൻ്റെ ബലം എല്ലാ അർത്ഥത്തിലും ഈ ഗജേന്ദ്രനിലൊരു ശ്രേഷ്ഠത കൽപ്പിച്ചു നൽകിയിരുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദുഗ്ധാംഭോധേർമധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭി സർവാൻ ജന്തൂനത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്രനോത്കർഷലാഭഃ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദുഗ്ധാംഭോധേർമധ്യഭാജി, അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. അതേപോലെ ദുഗ്ധാംഭോധേർമധ്യഭാജി, മാ കൂട്ടക്ഷരം, ധാ ഭ ഇതൊക്കെ ഖരാക്ഷരമാണ്. അപ്പോൾ കട്ടിയിൽ തന്നെ വായിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്തത് വശാഭി നോത്കർഷലാഭ, രണ്ടിടത്തും വിസർഗം വരുന്നുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ യൂഥപോയം, അവിടെ വിശ്ലേഷണമുള്ളതുകൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ജന്തൂനത്യവർത്തിഷ്ട ശക്തിയ, ജന്തൂനത്യവർത്തിഷ്ട, അത്യവർത്തിഷ്ട ആണ് ജന്തൂൻ അത്യവർത്തിഷ്ട. അതുകൊണ്ട് നായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 4ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.